ഞാനിന്ന് മിണ്ടാൻ പോണ ടോപ്പിക് is something that we all have been guilty about. That is comparing ourselves to others. The reason why I call this guilty is because it takes away our happiness. അത് കൂടാണ്ട് നമ്മളെ ഭയങ്കര ചെറുതായിട്ട് കണ്ടും തുടങ്ങും. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ലൈഫിൽ ഫുൾ പൊട്ടൻഷ്യൽ അൺലീഷ് ചെയ്യാൻ പറ്റത്തില്ല. എനിക്ക് കുറച്ചാളായിട്ട് മനസ്സിലായി ദിസ് ഈസ് ബിക്കമിങ് എ പ്രോബ്ലം ഇൻ മൈ ലൈഫ്. അതുകൊണ്ട് ഞാൻ കുറച്ച് റിയൽ ലൈഫ് ആപ്ലിക്കേഷൻ അപ്ലൈ ചെയ്ത് തുടങ്ങിയപ്പോൾ ഐ വാസ് ഫ്രീ ഫ്രം ദിസ്. ആൻഡ് ഐ എം ഗോയിങ് ടു ഹെൽപ്പ് യു ടു ഗെറ്റ് ഫ്രീ ഫ്രം കമ്പയറിങ് യുവർ സെൽഫ് വിത്ത് അതേഴ്സ്. ലെറ്റ്സ് ഗോ. First point, it's always an unfair comparison because of two reasons. The first is, നമ്മളെപ്പോലെ നമ്മൾ മാത്രമുള്ള ഈ ലോകത്ത് വി ആർ സോ യുണീക്ക്. നമ്മളെപ്പോലെ തന്നെ വേറൊരു ഡി എൻ എ അല്ലെങ്കിൽ പിന്നെ നമ്മുടെ സെയിം സ്പെസിഫിക്കേഷനുള്ള നമ്മുടെ ഒരു ട്വിൻ ഉണ്ടായിരുന്ന ഈ കമ്പാരിസൺ വുഡ് ഹാവ് ബിൻ ഫെയർ. ആസ് ലോങ് ആസ് ദർ ഇസ് നോബഡി ലൈക്ക് ദാറ്റ് ഇറ്റ് ഇസ് നോട്ട് ഫെയർ ടു കമ്പയർ അവർ സെൽസ് വിത്ത് അതേഴ്സ്. ദാറ്റ് ഇസ് ദ ഫസ്റ്റ് തിങ് ദാറ്റ് വി ഷുഡ് അണ്ടർസ്റ്റാൻഡ്. ഇറ്റ് ടുക്ക് മീ എ ലോട്ട് ഓഫ് ടൈം ടു പ്രോസസ് ദിസ്, ബട്ട് ദാറ്റ് ഇസ് ദ ട്രൂത്ത്. കാരണം നമ്മൾ കമ്പയർ ചെയ്യണത് ഒരു ഫെയർ ഈക്വലായിട്ടായിരിക്കില്ല. അതിപ്പോൾ ഇൻഫീരിയർ ആണെങ്കിൽ സുപ്പീരിയർ ആണെങ്കിൽ പോലും. അതുകൊണ്ട് തന്നെ കമ്പാരിസൺ ഡസൻ മേക്ക് എനി സെൻസ് ഇൻ ദ ഫസ്റ്റ് പ്ലേസ്. സെക്കൻഡ് റീസൺ ഇസ് യു വിൽ നെവർ നോ ദ ബിഹൈൻഡ് ദ സീൻസ് ഓഫ് ദ പേഴ്സൺ ദാറ്റ് യു കമ്പയറിംഗ് വിത്ത്. അയാളുടെ ലൈഫ് ഫെയർ ആണോ അൺഫെയർ ആണോ, സർക്കംസ്റ്റാൻസസ് സെയിം ആണോ, അപ്ബ്രിങ്ങിങ് സെയിം ആണോ, അവർ ലൈഫിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഡിഫിക്കൽട്ടി നമ്മളായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റും. ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മൾ അറിയേണ്ട എങ്ങനെ നമ്മൾ കമ്പയർ ചെയ്യണേ. ആൻഡ് ഓൾസോ ഇറ്റ് ഈസ് നെവർ ഗോയിങ് ടു ബി ദ സെയിം ബിക്കോസ് ലൈഫ് ഇസ് നോട്ട് ദ സെയിം ഫോർ എവരി വൺ. കമ്പാരിസൺ ഡിസ്ട്രാക്ട്സ് us ഫ്രം അവർ ഗോൾസ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് വി ആർ ഇൻവെസ്റ്റിംഗ് സോ മച്ച് ടൈം ആൻഡ് എനർജി ഇൻ ടു ദ ലൈഫ് ഓഫ് അതർ പീപ്പിൾ. ആ ടൈം വേണമെങ്കിൽ നമുക്ക് നമ്മുടെ സെൽഫ് ഇംപ്രൂവ്മെൻറ്റിന് വേണ്ടി ഫോക്കസ് ചെയ്യാം സോ ദാറ്റ് വി ക്യാൻ ബി ബെറ്റർ ദാൻ എനി അതർ പേഴ്സൺ ദാറ്റ് വി നോ. ഓൾസോ റിയലൈസ് ദാറ്റ് എവരി വൺസ് ജേർണി ഇസ് ഡിഫറെൻറ്റ്. ചില ആൾക്കാർക്ക് വർക്ക് ചെയ്യണമാരും നമുക്ക് വർക്ക് ചെയ്യണമെന്നില്ല. ചിലപ്പോൾ നമുക്ക് വർക്ക് ചെയ്യണമാരും വേറെ ആൾക്കാർക്ക് വർക്ക് ചെയ്യണമെന്നില്ല. ഫസ്റ്റ് ഓഫ് ഓൾ ഡിഫൈൻ യുവർ ഓൺ സക്സസ്. നമുക്ക് ചിലപ്പോൾ മോസ്റ്റ് ഓഫ് ദ ടൈം വേറൊരാളുടെ എന്തെങ്കിലും നല്ലത് കാണുമ്പോൾ വി മൈറ്റ് പ്രോബ്ലി ഹാവ് എൻവി, ബട്ട് ദാറ്റ് ഡസൻറ്റ് മീൻ വി മൈറ്റ് നീഡ് ഇറ്റ്. ചിലപ്പോൾ സക്സസ് നമ്മുടെ പേഴ്സണൽ ലൈഫിൽ വേറെ ഒരു പേഴ്സ്പെക്റ്റീവ് അല്ലെങ്കിൽ പിന്നെ വേറൊരു അർത്ഥമായിരിക്കും. പക്ഷെ നമ്മളതൊരിക്കലും മനസ്സിലാക്കാണ്ടായിരിക്കും നമ്മൾ കമ്പയർ ചെയ്യണത്. അതുകൊണ്ട് തന്നെ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് വി റിയലൈസ് വാട്ട് ഈസ് സക്സസ് ടു അസ്, വാട്ട് ഡിഫൈൻസ് അവർ സക്സസ്. എന്നിട്ട് ആ രീതിയിൽ നമ്മൾ മുമ്പോട്ടേക്ക് പോകണത്. ഈ ഏജിൽ കമ്പാരിസൺ കംസ് ഫ്രം ടു റീസൺസ്. ദ ഫസ്റ്റ് ഇസ് നമുക്കറിയുന്ന ഫാമിലിയോ ഫ്രണ്ട്സോ ക്ലോസ് സർക്കിളുള്ള ആൾക്കാരുടെ ലൈഫിൽ എന്തെങ്കിലും പോസിറ്റീവോ ഹാപ്പനിങ് ആയിട്ട് നടക്കുക. അതേ സമയത്ത് നമ്മുടെ ലൈഫിൽ അത്ര അധികം നടക്കുന്നില്ലെങ്കിൽ വി ആർ കമ്പൽ ടു ഫീൽ കമ്പയർഡ്. അപ്പോൾ ആ സമയത്ത് നമുക്ക് ശരിക്കും പെർസീവ് ചെയ്യേണ്ട എങ്ങനെയാണെന്ന് വെച്ചാൽ വി ഷുഡ് ബി ഹാപ്പി ഫോർ ദം ബിക്കോസ് ദീസ് ആർ ദ പീപ്പിൾ ദാറ്റ് യു ലവ് ആൻഡ് കെയർ. സോ എനി ഗുഡ് ദാറ്റ് ഹാപ്പൻസ് ഇൻ ദെയർ ലൈഫ് യു ഷുഡ് ബി ഹാപ്പി ഫോർ ദം. സെക്കൻഡ് ആൻഡ് ദ ബിഗ്ഗസ്റ്റ് റീസൺ ഫോർ കമ്പാരിസൺ ഇസ് സോഷ്യൽ മീഡിയ. ഈ കാലത്ത് നമുക്കറിയാത്ത ആൾക്കാരുടെ ഫോട്ടോയോ വീഡിയോ കണ്ടാൽ പോലും നമുക്ക് എൻവി വരും. സോ അങ്ങനത്തെ ഒരാളാണ് നിങ്ങളെങ്കിൽ ദിസ് ഇസ് യുവർ സൈൻ ടു ലിമിറ്റ് സോഷ്യൽ മീഡിയ. ബി ഇൻസ്പയർഡ്, നോട്ട് ഇൻറ്റിമിഡേറ്റഡ്. നമുക്കറിയാവുന്ന ആൾക്കാരുടെ ലൈഫിൽ എന്തെങ്കിലും പോസിറ്റീവായിട്ട് നടക്കും അല്ലെങ്കിൽ പിന്നെ നമ്മൾ നോക്കിയിരിക്കുന്ന ഗോൾ വേറൊരാൾ അച്ചീവ് ചെയ്യുമ്പോൾ ഇറ്റ് കുഡ് ബി ഹാർഡ്. പക്ഷേ ദ ട്രൂത്ത് ഓഫ് ദ മാറ്റർ ഇസ് കറക്റ്റ് പേഴ്സ്പെക്റ്റീവിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ യു ഷുഡ് ബി അണ്ടർസ്റ്റാൻഡിങ് ദാറ്റ് ഗോൾ ഈസ് പോസിബിൾ. വേറൊരാൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ഐ ക്യാൻ ഡു ഇറ്റ്. യു ഷുഡ് ടേക്ക് ഇറ്റ് ആസ് എ സോഴ്സ് ഓഫ് ഇൻസ്പിറേഷൻ ആൻഡ് ദെൻ അപ്ലൈ ഇൻ യുവർ ലൈഫ്. അല്ലാണ്ട് എൻവി വെച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഒന്നും ഒരു ലാഭമില്ല. ദർ ഇസ് നത്തിങ് ഗുഡ് ദാറ്റ് കംസ് ഔട്ട് ഓഫ് ഇറ്റ്. സോ ടേക്ക് ഇറ്റ് ആസ് എ സൈൻ ഓഫ് ഇൻസ്പിറേഷൻ. യുവർ ഓൺലി കോമ്പറ്റീഷൻ ഇസ് അഗൈൻസ്റ്റ് യുവർ സെൽഫ്. നമ്മൾ നമ്മുടെ യെസ്റ്റർഡേ ആയിട്ടാണ് കോമ്പീറ്റ് ചെയ്യേണ്ടത്, അല്ലാണ്ട് ഇന്നത്തെയോ നാളത്തെയോ വേറൊരാളായിട്ടല്ല. കാരണം your life can only be compared with yourself. So compete against yourself only. Even if you compete against yourself, practice gratitude. അത് എപ്പോഴും വേണം. Along the way, you should be the first person to appreciate yourself even if you achieve a very small feat. കാരണം that is a sense of providing yourself with the confidence that you can achieve more. അപ്പോൾ ഇത്രയും കാര്യങ്ങളായിരുന്നു നിങ്ങളുടെ തോട്ടിൽ എനിക്ക് കൊണ്ടുവരാൻ ആവശ്യമുണ്ടായിരുന്നത്. ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ യു ഷുഡ് ബി ഫോക്കസിങ് ഓൺ പ്രോഗ്രസ് ദാൻ പെർഫെക്ഷൻ. കാരണം പെർഫെക്ഷൻ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഇല്ല. നമ്മളിപ്പോൾ വേറെ ഒരാളുടെ ലൈഫായിട്ട് കമ്പയർ ചെയ്യുവാണെങ്കിൽ പോലും നമ്മളൊരു പെർഫെക്റ്റ് പിക്ചർ അല്ലെങ്കിൽ ഒരു പെർഫെക്റ്റ് വീഡിയോ അവർ എൻഡ് പ്രോഡക്റ്റ് മാത്രമേ കാണുന്നത്. പക്ഷെ അവരെന്തോരം പ്രോഗ്രസ് ചെയ്തിട്ട് എന്തൊരു ഹാർഡ് വർക്ക് ചെയ്തിട്ട് വന്നേ നമ്മൾ മനസ്സിലാക്കുന്നുണ്ടാവില്ല. ശരിക്കും നമ്മൾ ഈ കമ്പാരിസൻ്റെ ഇടയിൽ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ വിൽ വി ബി ഏബിൾ ടു ഗിവ് ആസ് മച്ച് ആസ് ദി അതർ പേഴ്സൺ. നമ്മളിപ്പോൾ കമ്പയർ ചെയ്യാൻ പോകുന്ന ഒരാളുടെ ലൈഫിൽ എന്തോ ഒരു ഔട്ട്പുട്ടാണ് അയാൾ കൊടുത്തേക്കണം, അത് അല്ലെങ്കിൽ അതിൽ കൂടുതൽ നമുക്ക് കൊടുക്കാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ മനസ്സിലാക്കുകയാണെങ്കിൽ കമ്പാരിസൺ ഇസ് ഫെയർ. അൾട്ടിമേറ്റ് ജേർണി ഈസ് നമ്മുടെ പേഴ്സണൽ ഗ്രോത്തിൻ്റെ ഒരു ഹിൻഡ്രൻസോ അല്ലെങ്കിൽ പിന്നെ നെഗറ്റീവ് എനർജി തന്നെ കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ നിന്ന് ഇറാഡിക്കേറ്റ് ചെയ്യണമെന്ന്. ഇഫ് കമ്പയറിങ് യുവർ സെൽഫ് വിത്ത് അതർ ഇസ് ഡൂയിങ് ദാറ്റ് ടു യു ദെൻ റിമൂവ് ദാറ്റ് ഫ്രോം യുവർ ലൈഫ്. അല്ലെങ്കിൽ അതിനെ കറക്റ്റ് രീതിയിൽ മനസ്സിലാക്കിയിട്ട് ലൈഫിൽ മുമ്പോട്ടേക്ക് കൊണ്ടുപോകാൻ നോക്കുക. If this video is useful for you, you can like this video, you can subscribe to this channel and you can share your thoughts in the comment section as well. ഈ വീഡിയോ തീരാറായതുകൊണ്ട് എൻ്റെ വേറെ വീഡിയോകൾ ഈ രണ്ട് സൈഡിൽ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് കാണും. അത് യൂസ്ഫുൾ ആയിട്ട് തോന്നുവാണെങ്കിൽ you can watch that video as well. Take care. Bye.